ഹായ്, എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കൽമാസിന്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു സ്നാക്കാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ 250 ഗ്രാം ചിക്കനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. ഫില്ലിങ്ങിനായിട്ട് പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതും 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. പിന്നെ പൊടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂൺ മതിയാകും. മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1-1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മസാലയ്ക്ക്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേറെ ഫ്ലേവറിൽ അല്ലെങ്കിൽ വേറെ രീതിയിലും ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലകളും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കൽമാസിൻ്റെ സ്റ്റഫിങ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് മാവ് എത്രയാണ് കുഴക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ചിരകിയ തേങ്ങയും പിന്നെ 1 സവാളയുടെ ഹാഫുമാണ് വേണ്ടത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് ബെസ്റ്റ്. ചെറിയുള്ളി തന്നെ ആഡ് ചെയ്യുക. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് സവാള ആഡ് ചെയ്യുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ടാണ് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ തേങ്ങ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത് മാവിലേക്ക്. ഇനി നമുക്ക് ഈ മാവിലേക്ക് അരച്ച് വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയും തേങ്ങയുടെ കൂട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കുഴയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് മാവ് എടുക്കുക. കയ്യിൽ നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് മാവ് ഇങ്ങനെ എടുക്കുക, കുറച്ച് കൂടുതൽ എമൗണ്ടിൽ എടുക്കുക, എന്നാലും നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ക്രാക്ക് ഇല്ലാതെ. ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതൊന്നിങ്ങനെ വലുതാക്കി ഇങ്ങനെ സർക്കിൾ ഷേപ്പിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് കുറയ്ക്കരുത്. പിന്നെ നമ്മളിവിടെ തയ്യാറാക്കിയ മസാല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഉന്നക്കായയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. നമുക്കിതകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഒരു ക്രാക്കും വീഴാതെ വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണയെല്ലാം തേച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ തയ്യാറാക്കിയ കൽമാസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്നൊരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു തട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൽമാസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ 10 എണ്ണമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലൊന്നൊരു ലൈറ്റ് മുളക് പൊടിയുടെ ഒരു കോട്ടിങ് ചെയ്യാനുണ്ട്, ലൈറ്റായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൈ ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓയിലിലിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2.5 സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നിട്ടൊന്ന് കുഴയ്ക്കാം. ഇങ്ങനൊരു കോട്ടിങ് ചെയ്താലേ നമ്മുടെ അത് ഒറിജിനൽ കൽമാസ് ആവുള്ളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ മുളക് പൊടിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ കൽമാസ് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ സൈഡ്സും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കൽമാസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So thank you so much for watching my video.